ഹായ് ഗൈസ്, വെൽക്കം ടു അവർ ചാനൽ. അപ്പം നമ്മുടെ ഇന്നത്തെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് എങ്ങോട്ടേക്കാണ് പോകുന്നതെന്നായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവുക. ഇതെൻ്റെ സ്വന്തം നാട്. അപ്പം എൻ്റെ നാട്ടിൽ പഴയൊരു ഇല്ലുണ്ട്, നമ്പൂതിരിമാരുടെ. അത് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പോകുന്നത്. പോകാനുണ്ടായ ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ, എൻ്റെ അമ്മയുടെ അനിയത്തീൻ്റെ മോനാണ് ഈ ഐ ആം സ്ട്രേഞ്ചർ എന്ന് പറയുന്ന യൂട്യൂബർ. അപ്പം മൂപ്പർക്ക് കുറച്ച് വീഡിയോസും കാര്യങ്ങളും എടുക്കണമെന്ന് പറഞ്ഞപ്പം നിങ്ങളെ നാട്ടിൽ എന്താ ഇല്ലേ കാണാമെന്നൊരു ചോദ്യം. ആ ചോദ്യത്തിൽ ഞാനും അച്ചു അങ്ങ് വീണുപോയി. പിന്നെ ഒന്നും നോക്കിയില്ല, നേരെ പോയി നമ്മൾ ഇല്ലത്തിൻ്റെ അടുത്തേക്ക്. ഈ ഇല്ലത്തിൽ ഇപ്പം ആരും അങ്ങനെ താമസമൊന്നുമില്ല, പഴയതാണിത്. അതിൻ്റെ തൊട്ട് ബാക്കിൽ തന്നെ അവർ വീട് വെച്ച് മാറി താമസിക്കുന്നുണ്ട്. അപ്പം നമ്മൾ ആദ്യം ഇല്ലത്തിൻ്റെ അടുത്ത് പോയിട്ടുള്ള ഇല്ലത്തിൻ്റെ ഒരു കുഞ്ഞ് വ്യൂ ഇങ്ങനെ കാണാം. അതിനകത്ത് കയറിയിട്ട് എന്തൊക്കെയോ നോക്കി, പക്ഷെ പഴയ ആൾക്കാർ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ പശുവിന് കൊടുക്കാൻ വെച്ച കുറച്ച് വൈക്കോലും. ഈ ഇല്ലത്തിൻ്റെ ഹിസ്റ്ററി ഒന്നും പറഞ്ഞാൽ എനിക്ക് കാര്യമായിട്ടുള്ള വലിയ അറിവും കാര്യമൊന്നുമില്ല. പണ്ടേ ഇങ്ങനെ പറയുന്നുണ്ട് ഇവിടെ നമ്പൂതിരിമാർ താമസിച്ചൊരു ഇല്ല ഉണ്ടായിരുന്നു എന്നുള്ളത്. അപ്പം അത് മാത്രമേ എനിക്കറിയുള്ളൂ. പിന്നെ ഇപ്പം അവിടെ അങ്ങനെ അതിൻ്റെ കുറച്ച് ആൾക്കാർ ആ ഇല്ലത്തിൽ താമസിച്ച് തലമുറകളായി വന്ന ആൾക്കാർ അതിൻ്റെ തൊട്ട് ബാക്കിൽ വീടെടുത്ത് താമസിക്കുന്നുണ്ട്, അത്രയേ ഉള്ളൂ. പിന്നെ അതിൻ്റെ തൊട്ട് ഇപ്പുറത്തന്നെ ഒരു കുഞ്ഞില്ലുണ്ട്. ഇത് കണ്ടതാണ് വലിയ ഇല്ലം. അതിൻ്റെ തൊട്ട് ബാക്കിലുള്ള ഒരു കുഞ്ഞില്ലം നമ്മതാ. അപ്പം അവിടത്തേക്കാണ് ഇപ്പം പോയിട്ട് നിൽക്കുന്നത്. ഇത് ഈ ആളാണ് ഐ ആം സ്ട്രേഞ്ചറിൻ്റെ സ്വന്തം അമ്മ. അപ്പോൾ ഐ ആം സ്ട്രേഞ്ചർ കുറേ നേരം ഇങ്ങനെ നടന്ന് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. നീലുമോളിതാ അച്ചുമാമൻ്റെ മടിയിൽ കയറിയിരിക്കുന്നുണ്ട്. മടിയിലല്ല, പുറത്ത്. അവസാനം പിന്നെ നമ്മൾ അവിടുന്ന് നേരെ വീട്ടിലേക്ക് വിട്ടാലോ എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ നേരെ വീട്ടിലേക്ക് പോകുന്ന വഴി പിന്നെ ഈ ഒരു സൈഡിന്, ഈ ആദ്യം കണ്ട ഇല്ലത്തിൻ്റെ സൈഡിന് നിറച്ചും പുല്ലൊക്കെ നട്ട് വളർത്തിയിട്ടുണ്ട്, പശുവിന് കൊടുക്കുന്നത്. അപ്പം പിന്നെ കുറച്ച് ഇങ്ങെത്തുമ്പോഴേക്കാണ് ഒരു കുഞ്ഞ് അമ്പലം. ഇത് ഇല്ലത്തിൻ്റെ ആൾക്കാർ ഉണ്ടാക്കിയതായിരിക്കാം. അങ്ങനെ അവിടെ നിന്നിട്ട് കുറച്ച് നേരം ഫോട്ടോസും കാര്യങ്ങളും വീഡിയോസും ഒക്കെ എടുത്തിട്ട് പോകുമ്പോഴേക്കാണ് തൊട്ടിപ്പുറത്ത് തന്നെ വലിയൊരു അമ്പലക്കുളം ഉണ്ടായിരുന്നത്. അതിൻ്റെ തൊട്ട് ഓപ്പോസിറ്റ് അത്യാവശ്യം പഴക്കമുള്ള ഒരു അമ്പലം. അപ്പോൾ അമ്പലത്തിലൊന്നും കയറിയില്ല, കാരണം ആരും ഫ്രഷ് ആവാത്തതുകൊണ്ട് പുറത്ത് നിന്ന് വീഡിയോസ് എടുത്തിട്ട് പിന്നെ വീട്ടിലേക്ക് പോക്കാം ഗൈസ്. അപ്പോൾ ഇന്നത്തെ ഇവിടെ ഇത്രയേ ഉള്ളൂ. ബൈ ബൈ.